മഴ തകർത്തു പെയ്യുന്ന ഒരു സായാഹ്നത്തിലായിരുന്നു ആ മാറ്റങ്ങളുടെ തുടക്കം. കോൾ സെന്ററിലെ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന അനാമിക എന്ന 20-കാരിയെ ഒരാഴ്ചയായി ആരോ പിന്തുടരുന്നുണ്ടായിരുന്നു. അനാഥാലയത്തിന്റെ പടവുകളിൽ വെച്ച് ആ നിഴൽ വെളിച്ചത്തിലേക്ക് വന്നു. അതൊരു സുന്ദരനായ യുവാവായിരുന്നു. ഭയപ്പെടേണ്ട അനാമിക, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, അരുൺ ശാന്തനായി പറഞ്ഞു. തന്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമാണെന്ന് വിശ്വസിച്ചിരുന്ന അനാമികയ്ക്ക് ആദ്യം അത് വിശ്വസിക്കാനായില്ല. ആർക്കിടെക്ട് ആകാൻ സ്വപ്നം കാണുന്ന, രാത്രികളിൽ പുസ്തകങ്ങളുമായി മല്ലിടുന്ന അനാമികയുടെ ഉള്ളിലെ കരുത്താണ് തന്നെ ആകർഷിച്ചതെന്ന് അരുൺ വെളിപ്പെടുത്തി. അവൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അനാഥത്വം ഒരു കുറവല്ലെന്ന് ഓർമ്മിപ്പിച്ച സൂസൻ സിസ്റ്ററുടെ വാക്കുകൾ അനാമികയ്ക്ക് കരുത്തേകി. പതുക്കെ അവർക്കിടയിൽ പ്രണയം മുട്ടിട്ടു. അവളുടെ ഓരോ കൊച്ചു സ്വപ്നങ്ങൾക്കും അരുൺ കൂട്ടായിരുന്നു. അരുൺ തന്റെ വിവാഹകാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടായത്. അരുണിന്റെ അമ്മ ദേവകിയമ്മയ്ക്കും സഹോദരി ആശയ്ക്കും ഒരു അനാഥയെ മരുമകളായി സ്വീകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. സ്വഭാവം കൊണ്ട് സ്വർണം വാങ്ങുവാൻ പറ്റുമോ എന്നായിരുന്നു ദേവകിയമ്മയുടെ പരിഹാസം. പക്ഷേ അരുൺ ഉറച്ചു നിന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവർ വിവാഹത്തിന് സമ്മതിച്ചു. അനാഥാലയത്തിൽ വെച്ച് ലളിതമായി നടന്ന വിവാഹത്തിന് ശേഷം കണ്ണുനീരോടെ തന്റെ പ്രിയപ്പെട്ട അനാഥാലയത്തോടും കുഞ്ഞുമാളുവിനോടും സൂസൻ സിസ്റ്ററോടും വിട പറഞ്ഞ് അനാമിക ശ്രീവിലാസം എന്ന വലിയ മാളികയിലേക്ക് കാലെടുത്തു വെച്ചു. ശ്രീവിലാസം അനാമികയ്ക്ക് ഒരു കൊട്ടാരമല്ല, മറിച്ച് ഒരു തടവറയായിരുന്നു. വന്നു കയറിയ ഉടനെ ദേവകിയമ്മയുടെ ശകാരങ്ങളും കഠിനമായ വീട്ടുജോലികളുമാണ് അവളെ വരവേറ്റത്. അരുണിന്റെ അച്ഛൻ മാധവൻ നായർക്ക് അവളോട് വാത്സല്യമുണ്ടായിരുന്നുവെങ്കിലും ദേവകിയമ്മയുടെ മുൻപിൽ അദ്ദേഹം നിസ്സഹായനായിരുന്നു. വിവാഹം കഴിഞ്ഞ് അധികനാൾ കഴിയും മുൻപേ അരുണിന് വിദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അതോടെ അനാമിക പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഒരിക്കൽ സിസ്റ്റർ സൂസനും കുഞ്ഞുമാളവും അവളെ കാണാൻ വന്നപ്പോൾ ദേവകിയമ്മ അവരെ പുച്ഛിച്ചിറക്കി വിട്ടു. ഇത് സത്രമൊന്നുമല്ല, നല്ല തറവാട്ടുകാർ താമസിക്കുന്ന വീടാണ് എന്ന ആക്രോശം അനാമികയെ തകർത്തു കളഞ്ഞു. പടിയിറങ്ങുമ്പോൾ സിസ്റ്റർ നൽകിയ മുന്നറിയിപ്പ് ആ വീട്ടിന്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നു. ഈ പെൺകുട്ടി ദൈവത്തിന്റെ മകളാണ്. ഒരു ദിവസം വരും, അന്ന് നിങ്ങൾ ഇവളുടെ വില തിരിച്ചറിയും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. രാത്രിയിൽ അവൾ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. ആരും കാണാതെ അവൾ ലാപ്ടോപ്പ് തുറന്നു. അനാമികയുടെ ലക്ഷ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് നടത്തുന്ന അസോസിയേറ്റ് മെമ്പർഷിപ്പ് പരീക്ഷ പാസ്സാവുക എന്നതായിരുന്നു. കോളേജിൽ പോയി പഠിക്കാൻ കഴിയാത്തവർക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ആർക്കിടെക്ട് ആകാൻ സാധിക്കുന്ന BArch ബിരുദത്തിന് തുല്യമായ അംഗീകാരമുള്ള കോഴ്സാണിത്. സ്ട്രക്ചറൽ ഡിസൈൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ തുടങ്ങിയ വിഷയങ്ങൾ അവൾ സ്വയം പഠിച്ചു. ഓട്ടോകാഡ്, റെവിറ്റ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അവൾ കെട്ടിടങ്ങളുടെ പ്ലാനുകൾ വരച്ചു പഠിച്ചു. ഉറക്കമില്ലാത്ത രാത്രികളിൽ അവൾ തന്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ വലിയ മാളികകളും പരിസ്ഥിതി സൗഹൃദ വീടുകളും നിർമ്മിച്ചു. പകൽ സമയത്ത് ദേവകിയമ്മയുടെ ശകാരങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിൽ അവൾ കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും കണക്കുകൾ കൂട്ടുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ അരുണിന്റെ ജോലിക്ക് പ്രതിസന്ധി നേരിടുകയും വീട്ടിലേക്ക് പണം അയക്കാൻ കഴിയാതാവുകയും ചെയ്തു. അരുണിന്റെ സഹോദരി ആശയുടെ വിവാഹം നിശ്ചയിച്ച സ്വർണവും പണവും നൽകാൻ കഴിയാതെ നടന്നതോടെ വീട്ടിലെ സമാധാനം തകർന്നു. നീ വന്ന സമയം മോശമാണ് എന്ന് പറഞ്ഞ് അവർ അനാമികയെ വീണ്ടും വേദനിപ്പിച്ചു. ആശയുടെ വിവാഹം കഴിഞ്ഞതോടെ ശ്രീവിലാസം തറവാട് സാമ്പത്തികമായി തകർന്നു. ആഡംബരം കാണിക്കാനെടുത്ത കടങ്ങൾ മാധവൻ നായരെ തളർത്തി. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി അരുണിന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തേണ്ടി വന്നു. അരുൺ നാട്ടിലെത്തിയത് ദേവകിയമ്മയ്ക്ക് താങ്ങാനായില്ല. സമ്പാദ്യമെല്ലാം തീരുകയും മകൻ വെറും കൈയോടെ വരികയും ചെയ്തപ്പോൾ അവരുടെ സ്വഭാവം കൂടുതൽ രൂക്ഷമായി. എല്ലാം ഇവൾ കാരണമാണ്. ഈ ഭാഗ്യം കെട്ടവൾ വന്ന കാലം തൊട്ടാണ് ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അവർ അനാമികയെ വീണ്ടും പഴിചാരി. താൻ ഏറെ സ്നേഹിച്ച വീട്ടുകാരുടെ ഈ മാറ്റം അരുണിനെ വല്ലാതെ വേദനിപ്പിച്ചു. ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്ന അവൻ മാനസികമായി തകർന്നു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അനാമിക അവന് താങ്ങായി നിന്നു. അരുണേട്ടാ, നമ്മൾ വീഴുന്നത് എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. സാരമില്ല, നമുക്ക് ഒരുമിച്ച് പോരാടാം. അവൾ അവനെ ആശ്വസിപ്പിച്ചു. ഒരു ദിവസം രാത്രി അനാമിക തന്റെ ലാപ്ടോപ്പിൽ അവസാന പ്രോജക്ട് പൂർത്തിയാക്കുമ്പോൾ ദേവകിയമ്മ അവിടേക്ക് കയറി വന്നു. നീ ഇവിടെ ഇരുന്ന് ലാപ്ടോപ്പിൽ കളിക്കുകയാണോ? പണമില്ലാതെ ഈ വീട് ജപ്തിയുടെ വക്കിലാണ്. അപ്പോഴാണ് അവളുടെ ഒരു പഠനം.
അവർ ലാപ്ടോപ്പ് തട്ടിമാറ്റാൻ ശ്രമിച്ചു. ബഹളം കേട്ട് അരുൺ അവിടേക്ക് വന്നു. അനാമിക ഇത്രയും കാലം തന്നെ പോലും അറിയിക്കാതെ പഠിക്കുകയായിരുന്നുവെന്നും ഫൈനൽ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണെന്നും അവൻ അറിഞ്ഞു. അരുണിന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ തളർന്നു പോയപ്പോഴും തന്റെ പെണ്ണ് തനിക്ക് വേണ്ടി ഒരു വലിയ കരുത്തുണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ആ വാർത്ത എത്തി. അനാമിക AIIA പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. അവൾ ഇപ്പോൾ ലൈസൻസ് ഉള്ള ഒരു ആർക്കിടെക്റ്റ് ആണ്. അരുണിന്റെ വീട്ടിലെ ശകാരങ്ങളും അവഗണനയും മടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഒന്നിലാണ് അനാമികയ്ക്ക് ആ ഇന്റർവ്യൂ കോൾ വരുന്നത്. നഗരത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഗ്രൂപ്പായ മെട്രോ ഗ്ലോബൽ വിഭാവനം ചെയ്യുന്ന ഗ്രീൻ വില്ല എന്ന വമ്പൻ റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് വേണ്ടിയായിരുന്നു അത്. ഇന്റർവ്യൂവിന് പോകാൻ തയ്യാറെടുക്കുന്ന അനാമികയെ കണ്ടപ്പോൾ ദേവകിയമ്മ പരിഹസിച്ചു. അടുക്കളപ്പണി മറന്ന് നീ വലിയ ആർക്കിടെക്റ്റ് ആകാൻ പോവുകയാണോ? ഈ വലിയ കമ്പനിക്കാരൊന്നും നിന്നെ പോലെ ഒന്നിനെ തിരിഞ്ഞു പോലും നോക്കില്ല. ആ വാക്കുകൾ അനാമികയെ തളർത്തിയില്ല, പകരം ജയിക്കാനുള്ള വാശിയുണ്ടാക്കി. ഇന്റർവ്യൂ ഹാളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ അല്പം പരിഭ്രമിപ്പിച്ചു. പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം നേടിയ ഒട്ടേറെ യുവതി യുവാക്കൾ അവിടെയുണ്ട്. പാനലിലിരുന്ന ചീഫ് ആർക്കിടെക്ട് പ്രമോദ് കൃഷ്ണ അവളുടെ ഡിസൈനുകൾ നോക്കി. അനാമിക, നിങ്ങൾ മുമ്പ് അയച്ചു തന്ന പ്രോജക്ട് പ്ലാൻ മനോഹരമാണ്. പക്ഷേ ഇത് 100ഓളം കുടുംബങ്ങൾ താമസിക്കേണ്ട ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആണ്. അത്തരം ഒരു സ്ഥലത്ത് പ്രായോഗികമായി എന്ത് പുതുമയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുക? അനാമിക പതുക്കെ എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ബോർഡിൽ തന്റെ പ്ലാൻ വിവരിക്കാൻ തുടങ്ങി. സർ, മിക്ക ആഡംബര ഫ്ളാറ്റുകളും കോൺക്രീറ്റ് കൂടുകൾ പോലെയാണ്. ഞാൻ വിഭാവനം ചെയ്യുന്നത് ലിവിംഗ് വിത്ത് നേച്ചർ എന്ന കൺസെപ്റ്റ് ആണ്. ഓരോ ഫ്ളാറ്റിലെയും ബാൽക്കണിയിൽ അക്വാപോണിക്സ് വഴി പച്ചക്കറി കൃഷി ചെയ്യാവുന്ന രീതിയിലുള്ള സെൽഫ് സസ്റ്റൈനബിൾ ഡിസൈൻ ഇതിലുണ്ട്. വെറും കൂടല്ല ഇത്, പ്രകൃതിയുടെ തണലിൽ വേണം മനുഷ്യൻ താമസിക്കാൻ. തുടർന്ന് അവൾ ഇന്റർവ്യൂ പാനലിനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ ഒരു അനാഥാലയത്തിലെ ചെറിയ മുറിയിലാണ് വളർന്നത്. അവിടെ ശരിയായ വെളിച്ചമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു താമസ സ്ഥലത്ത് വെളിച്ചവും വായുവും എത്രത്തോളം അനിവാര്യമാണെന്ന് എന്നേക്കാൾ നന്നായി മറ്റാർക്കും ബോധ്യമുണ്ടാകില്ല. ഈ പ്രോജക്റ്റിൽ ഒരു കുടുംബത്തിന് വേണ്ട സ്വകാര്യതയും അതേസമയം ഒരു സമൂഹമായി ജീവിക്കാനുള്ള അന്തരീക്ഷവും ഒരുപോലെ ഉണ്ടാകും. അവളുടെ പ്രായോഗിക ബുദ്ധി കണ്ട് പാനൽ അംഗങ്ങൾ പരസ്പരം ഒന്ന് നോക്കി. വെറും ഡിഗ്രികൾക്കപ്പുറം വീടിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് അനാമികയ്ക്കുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രമോദ് സാർ എഴുന്നേറ്റ് വന്ന് അവൾക്ക് കൈകൊടുത്തു. അനാമിക, വി ആർ ഇൻസ്പിയർഡ്. ഈ ഗ്രീൻ വില്ല പ്രൊജക്ടിന്റെ ചീഫ് ഡിസൈനറായി ഞങ്ങൾ നിങ്ങളെ നിയമിക്കുന്നു. അനാഥയായി അടിയടയ്ക്കപ്പെട്ട പെൺകുട്ടി, വീടെന്ന സ്വപ്നം കാണുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആർക്കിടെക്റ്റായി മാറിയ നിമിഷമായിരുന്നു അത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ആദ്യത്തെ ചെക്കുമായി അനാമിക വീട്ടിലെത്തിയ ദിവസം കടം കൊടുക്കാനുള്ളവർ വീട്ടുമുറ്റത്ത് വന്ന് ബഹളം വെക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. ദേവകിയമ്മയും മാധവൻ നായരും തല താഴ്ത്തി നിൽക്കുന്നു. അനാമിക ആത്മവിശ്വാസത്തോടെ അവർക്കിടയിലേക്ക് നടന്നു ചെന്നു. ഈ വീടിന്റെ കടങ്ങൾ ഞാൻ തീർത്തുകൊള്ളാം, അവൾ ശാന്തമായി പറഞ്ഞു. എല്ലാവരും അമ്പരന്നു. അനാമിക തന്റെ പുതിയ ജോലിയെക്കുറിച്ചും ലഭിച്ച തുകയെക്കുറിച്ചും അവരോട് പറഞ്ഞു. ദേവകിയമ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. താൻ ഭാഗ്യം കെട്ടവൾ എന്ന് വിളിച്ചവൾ ഇന്ന് ഈ വീടിന്റെ രക്ഷകയായി മാറിയിരിക്കുന്നു. അനാമികയുടെ സഹായത്തോടെ അരുൺ സ്വന്തമായ ഒരു കൺസ്ട്രക്ഷൻ ഫോം തുടങ്ങി. അനാമികയുടെ ഡിസൈനുകളും അരുണിന്റെ മേൽനോട്ടവും ചേർന്നപ്പോൾ അത് പെട്ടെന്ന് വളർന്നു. മാസങ്ങൾക്കുള്ളിൽ ശ്രീവിലാസം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു. ഒരിക്കൽ ദേവകിയമ്മ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന അനാമികയുടെ അടുത്തു ചെന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോളെ, എന്നോട് ക്ഷമിക്കണം. നിന്റെ വില മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഈ വീടിന്റെ യഥാർത്ഥ ഐശ്വര്യം നീയാണ്. അനാമിക ആ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മേ, നമ്മൾ ഒരു കുടുംബമല്ലേ? അമ്മ, വിഷമിക്കാൻ ഒന്നുമില്ല. ഇത് എന്റെയും കൂടി വീടല്ലേ? അനാമികയുടെ ജോലിയിലൂടെ വീടിന്റെ സാമ്പത്തിക ഭദ്രത തിരിച്ചു പിടിച്ചെങ്കിലും മറ്റൊരു വശത്ത് അരുണിന്റെ സഹോദരി ആശ കണ്ണുനീരിലായിരുന്നു. ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിന് പിന്നിൽ വാഗ്ദാനം ചെയ്ത സ്ത്രീധനം നൽകാത്തത് അവളുടെ ജീവിതം വിഷമത്തിലായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ ആശയ്ക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അവഹേളനമായിരുന്നു. ഭർത്താവും വീട്ടുകാരും അവളെ മാനസികമായി പീഡിപ്പിച്ചു. ഓരോ നിമിഷവും അവൾ തന്റെ പഴയ വീടിനെക്കുറിച്ചും അവിടെ താൻ അനാമികയോട് കാണിച്ച ക്രൂരതകളെക്കുറിച്ചും ഓർത്തു.
ഒരിക്കൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ അനാമികയെ താൻ അടിച്ചതും അവളുടെ പുസ്തകങ്ങൾ അലമാരയിൽ വെച്ച് പൂട്ടിയതും ഓർത്ത് ആശ പൊട്ടിക്കരഞ്ഞു. അനാഥയെന്ന് വിളിച്ച് ഞാൻ അന്ന് ഏട്ടത്തിയെ ഒരുപാട് സങ്കടപ്പെടുത്തി. ഇന്ന് ഞാൻ ഈ വീട്ടിൽ ഒരു അനാഥയെ പോലെ കഴിയുന്നു. ഇത് എനിക്ക് ദൈവം തന്ന ശിക്ഷയാണ്, അവൾ സ്വയം പറഞ്ഞു. ആശ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അമ്മ മുഖേന അരുൺ അറിഞ്ഞപ്പോൾ അവനാകെ തകർന്നു പോയി. എന്നാൽ അനാമിക അവനെ ധൈര്യപ്പെടുത്തി. അരുണേട്ടാ, അവൾ നമ്മുടെ അനിയത്തിയല്ലേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവൾ സന്തോഷമായി ജീവിക്കണം. തന്റെ ആദ്യത്തെ വലിയ പ്രോജക്റ്റിൽ നിന്ന് ലഭിച്ച ബോണസ് തുകയും അരുണിന്റെ സമ്പാദ്യവും ചേർത്ത് അവർ ബാക്കിയുള്ള സ്ത്രീധന തുകയും സ്വർണവുമായി ആശയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. അപ്രതീക്ഷിതമായി എത്തിയ അരുണിനെയും അനാമികയെയും കണ്ട് ആശയുടെ ഭർത്താവിന്റെ വീട്ടുകാർ അമ്പരന്നു. അനാമിക തന്റെ ബാഗിൽ നിന്ന് പണവും സ്വർണവും മേശപ്പുറത്ത് വെച്ചു. വാക്കുപാലിക്കാൻ കുറച്ചു വൈകിപ്പോയി, ക്ഷമിക്കണം. പക്ഷേ എന്റെ അനിയത്തിയെ ഇനി ഇതിന്റെ പേരിൽ ആരും വേദനിപ്പിക്കരുത്. അവൾ ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്, അനാമിക ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. തന്റെ ജീവിതം രക്ഷിക്കാൻ വന്ന ഏട്ടത്തിയെ കണ്ടതും ആശ ഓടി വന്ന് അനാമികയുടെ കാലിൽ വീണു. ഏട്ടത്തി, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത്. എന്നിട്ടും ഏട്ടത്തി എനിക്ക് വേണ്ടി വന്നല്ലോ, അവൾ വിങ്ങിക്കരഞ്ഞു. അനാമിക അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു. പഴയതൊന്നും ഇനി ഓർക്കണ്ട മോളെ. ആശ, നീ ഇവിടെ സന്തോഷമായിരിക്കണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആശയുടെ ഭർത്താവിനും കുടുംബത്തിനും അനാമികയുടെ വ്യക്തിത്വത്തിനു മുന്നിൽ തലതാഴ്ത്തേണ്ടി വന്നു. അനാഥാലയത്തിൽ നിന്നുള്ള പെൺകുട്ടി ഇന്നൊരു വലിയ ആർക്കിടെക്റ്റ് ആണെന്നും അവളാണ് ഈ തുക മുഴുവൻ നൽകിയതെന്നും അറിഞ്ഞപ്പോൾ അവർക്ക് കുറ്റബോധം തോന്നി. തിരികെ പോരുമ്പോൾ അനാമികയുടെ മനസ്സിൽ ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി. അനാമികയുടെ കരിയറിലെ വളർച്ചയും ആശയുടെ കുടുംബത്തിലെ സമാധാനവും ശ്രീവിലാസത്തിന്റെ അന്തരീക്ഷം പാടെ മാറ്റിയിരുന്നു. ഒരിക്കൽ താൻ പടിയിറക്കി വിട്ട സൂസൻ സിസ്റ്ററെയും മാളുവിനെയും വീണ്ടും കാണണമെന്നത് ദേവകിയമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. അനാമികയുടെ ക്ഷണപ്രകാരം അവർ വീണ്ടും ആ പടികൾ കയറി വന്നു. ഗേറ്റിന് മുന്നിൽ ടാക്സി വന്ന് നിന്നപ്പോൾ മാളു ഭയത്തോടെ സിസ്റ്ററുടെ കൈകളിൽ മുറുകെ പിടിച്ചു. കഴിഞ്ഞ തവണ അനുഭവിച്ച ശകാരങ്ങൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ മാഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തവണ അവരെ സ്വീകരിക്കാൻ അനാമികയോടൊപ്പം ദേവകിയമ്മയും ഉമ്മറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സൂസൻ സിസ്റ്റർ ഉമ്മറത്തെത്തിയതും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേവകിയമ്മ സിസ്റ്ററുടെ കൈകൾ പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സിസ്റ്ററെ, അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ്. അറിവില്ലായ്മ കൊണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. സ്വർണവും പണവുമാണ് വലുതെന്ന് കരുതിയ എനിക്ക് എന്റെ മകൾക്ക് നൽകാൻ കഴിയാത്ത സമാധാനം നൽകിയത് ഈ മോളാണ്, അനാമികയെ നോക്കി വിതുമ്പിക്കൊണ്ടവർ പറഞ്ഞു. സിസ്റ്റർ സൂസൻ ശാന്തമായി പുഞ്ചിരിച്ചു. അമ്മേ, പഴയതൊന്നും പറയണ്ട. ദൈവം എല്ലാം നല്ലതിനായിട്ടാണ് ചെയ്യുന്നത്. ദേവകിയമ്മ മാളുവിനെ അരികിലേക്ക് വിളിച്ചു. അലമാരയിൽ കരുതി വെച്ചിരുന്ന വലിയൊരു ചോക്ലേറ്റ് ബോക്സ് അവർ അവൾക്ക് നൽകി. എന്റെ കുട്ടി, അന്ന് അമ്മൂമ്മ വഴക്കു പറഞ്ഞത് സങ്കടമായോ? ഇനി ആരും നിന്നെ ഇവിടെ ഇറക്കി വിടില്ല. ഇത് നിന്റെയും വീടാണ്. ദേവകിയമ്മ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ അനാമികയുടെയും അരുണിന്റെയും കണ്ണുകൾ നിറഞ്ഞു. സ്നേഹം കൊണ്ട് ഒരാളുടെ മനസ്സിലെ കറുത്ത പാടുകൾ മായ്ക്കാൻ കഴിയുമെന്ന് അവൾക്ക് ബോധ്യമായി. അന്ന് സിസ്റ്റർ പോകുമ്പോൾ പറഞ്ഞ വാക്കുകൾ ദേവകിയമ്മ ഓർമ്മിപ്പിച്ചു. സിസ്റ്റർ അന്ന് പറഞ്ഞത് സത്യമായി. ഈ മോൾ ദൈവത്തിന്റെ മകളാണ്. ഇവളാണ് ഈ വീടിന്റെ വിളക്ക്. ഭക്ഷണമേശയിൽ എല്ലാവരും ഒരുമിച്ചിരുന്നപ്പോൾ ശ്രീവിലാസം എന്ന കൊട്ടാരത്തിന് അതിന്റെ യഥാർത്ഥ ഐശ്വര്യം തിരികെ ലഭിച്ചു. ഇത് വെറുമൊരു വീടല്ല, സ്നേഹം നിറഞ്ഞ ഒരിടമാണെന്ന് അനാമിക തിരിച്ചറിഞ്ഞു. അരുണിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതോടെ അനാമികയുടെ ലക്ഷ്യം തനിക്ക് തണലായ അനാഥാലയത്തെ സഹായിക്കുക എന്നതായിരുന്നു. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മറ്റൊരു കുഞ്ഞും അനുഭവിക്കരുത് എന്ന് അവൾ ആഗ്രഹിച്ചു. അനാഥാലയം ഇരുന്നിരുന്ന പഴയ കെട്ടിടം മഴയത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. കുട്ടികൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും നൽകാൻ സിസ്റ്റർ സൂസൻ പ്രയാസപ്പെട്ടിരുന്നു. ഈ സമയത്താണ് അനാമിക അവിടേക്കൊരു വലിയ പ്രഖ്യാപനവുമായി എത്തുന്നത്. അനാഥാലയത്തിന്റെ പൂർണ്ണമായ ചുമതല അനാമിക ഏറ്റെടുത്തു. ഇന്ന് ആ സ്ഥാപനം നടക്കുന്നത് അനാമികയുടെ മേൽനോട്ടത്തിലാണ്. ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ തന്റെ കഴിവ് അവൾ പൂർണ്ണമായും ഉപയോഗിച്ചത് അനാഥാലയത്തിന് വേണ്ടിയായിരുന്നു. അവൾ തന്നെ നേരിട്ട് പ്ലാൻ വരച്ച് ആധുനിക സൗകര്യങ്ങളുള്ള പുതിയൊരു കെട്ടിടം അവിടെ നിർമ്മിച്ചു. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, കുട്ടികൾക്ക് പഠിക്കാനായി കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റ് സൗകര്യവും ഒരുക്കി. കുട്ടികളുടെ ഉല്ലാസത്തിനായി വിശാലമായ പാർക്കും കളിസ്ഥലവും നിർമ്മിച്ചു. പഠനത്തിന് പുറമെ തൊഴിലുകൾ പഠിക്കാനുള്ള സൗകര്യവും അവൾ അവിടെ ഏർപ്പെടുത്തി. അങ്ങനെ
കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. അന്ന് ക്രിസ്മസ് ആയിരുന്നു. നഗരം മുഴുവൻ നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തവണത്തെ ക്രിസ്മസ് അനാമികയ്ക്ക് ഏറെ സവിശേഷമായിരുന്നു. അവൾ രൂപകൽപ്പന ചെയ്ത സ്നേഹതീരം അനാഥാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അന്ന് വൈകുന്നേരമാണ് നിശ്ചയിച്ചിരുന്നത്. മഞ്ഞു വീഴുന്ന ആ സന്ധ്യയിൽ സ്നേഹതീരം മിന്നിത്തിളങ്ങി. അനാമിക തന്റെ ആർക്കിടെക്ചർ മികവ് മുഴുവൻ ആ കെട്ടിടത്തിൽ ചാലിച്ചിരുന്നു. ചടങ്ങിന് മുഖ്യാതിഥികളായി എത്തിയത് അരുണിന്റെ മാതാപിതാക്കളായ ദേവകിയമ്മയും മാധവൻ നായരുമായിരുന്നു. അവർക്കൊപ്പം വിവാഹശേഷം ആദ്യമായി സന്തോഷവതിയായി ആശയും അവളുടെ ഭർത്താവും എത്തി. ഒരിക്കൽ തന്നെയും മാളുവിനെയും പണിക്ക് പുറത്താക്കിയ ശ്രീവിലാസം തറവാട്ടിലെ ആളുകൾ ഇപ്പോൾ അനാഥാലയത്തിലെ വിശേഷ ദിവസങ്ങൾ അതിഥികളായി എത്തുന്നത് സൂസൻ സിസ്റ്റർക്ക് സന്തോഷമായിരുന്നു. ദേവകിയമ്മ ഇപ്പോൾ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പാൻ അനാമികയോടൊപ്പം മുന്നിലുണ്ട്. സൂസൻ സിസ്റ്റർ അനാമികയെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു, മോളെ, നീ വെറുമൊരു വീടല്ല പണിതത്, ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. അന്ന് നീ പടിയിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദൈവം നിനക്കായി വലിയൊരു വഴി കരുതി വെച്ചിട്ടുണ്ടെന്ന്. ഇത് കേട്ടതും അനാമിക സന്തോഷത്തോടെ സിസ്റ്റർ സൂസനെ കെട്ടിപ്പിടിച്ചു. മാളു ഒരു ചെറിയ മാലാഖയെ പോലെ വെള്ളയുടുപ്പ് ധരിച്ച് ഓടി നടക്കുന്നുണ്ടായിരുന്നു. വേദിയിൽ വെച്ച് അനാമിക സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ സദസ്സ് നിശബ്ദമായി. ഈ ക്രിസ്മസ് എനിക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ്, അനാമിക വിതുമ്പലോടെ പറഞ്ഞു. രക്ഷകൻ ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഏത് സാധാരണ ഇടവും സ്വർഗമാക്കാം. എന്നെ വഴിയാധാരമാക്കാതെ ചേർത്ത് വെച്ച ഈ അനാഥാലയവും എന്നെ ഇതിലേക്കെത്തിച്ച എന്റെ വീട്ടുകാരും ഏറ്റവും വലിയ ശക്തിയാണ്. അനാമികയുടെ പ്രസംഗത്തിന് ശേഷം ദേവകിയമ്മ അനാമികയുടെ അടുത്തേക്ക് വന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ തന്റെ കയ്യിലുണ്ടായിരുന്ന കുടുംബപരമായി കിട്ടിയ സ്വർണവളകൾ അനാമികയ്ക്ക് കയ്യിൽ അണിയിച്ചു. അവർ അനാമികയെ കെട്ടിപ്പിടിച്ചു. ഒരുമയുടെ ക്രിസ്മസ് കരോൾ പാട്ടുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. എല്ലാവരും കൂടി ചേർന്ന് കേക്ക് മുറിച്ചു. ഒരിക്കൽ അപമാനിതയായി പടിയിറങ്ങിയ സൂസൻ സിസ്റ്ററുടെ കൈപിടിച്ചുകൊണ്ട് ദേവകിയമ്മ പറഞ്ഞു, സിസ്റ്ററെ, ഇവർ നമ്മുടേത് മാത്രമല്ല, ലോകത്തിന്റെ മക്കളാണ്. ആകാശത്ത് വിരിഞ്ഞ വർണ്ണാഭമായ പടക്കങ്ങൾക്കിടയിൽ അനാമിക തന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം പുതിയൊരു ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് നോക്കി നിന്നു. സ്വർണ്ണക്കൂട്ടിലെ തടവുകാരിയായിരുന്ന അനാമിക ഇന്ന് സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുന്ന വിളക്കായി മാറി. കല്ലെറിഞ്ഞവർക്ക് പോലും സ്നേഹം നൽകി അവൾ തന്റെ ജീവിതം ഒരു വലിയ സന്ദേശമാക്കി മാറ്റി. അനാമികയുടെ ജീവിതം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെ കൈവിടരുത്. ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ വന്നാലും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കായി കുറച്ചു സമയം മാറ്റിവെച്ചാൽ ഒരു ദിവസം വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.